ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമുക്ക് സ്ക്രീൻ ഡയറ്റ് പ്രാക്ടീസിനെ കുറിച്ച് സംസാരിക്കാം. ആഹാരം ക്രമീകരിക്കാൻ വേണ്ടി നമുക്ക് ആഹാരത്തിൽ ഒരു ഡയറ്റ് പ്രാക്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് സ്ക്രീൻ ഡയറ്റ് പ്രാക്ടീസ്. ഇത് ലാപ്ടോപ്പിനോ ടാബ്ലറ്റിനോ അതോ കമ്പ്യൂട്ടറിനോ ഫോണിനോ എല്ലാത്തിനും ബാധകമാണ്. എത്ര സമയം സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്, അത് എന്താവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത്, അത് കുട്ടികളുടെ വിനോദത്തിനാണോ അതോ വിദ്യാഭ്യാസത്തിനാണോ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഓരോ ദിവസവും എത്ര സമയം ഇതിനു വേണ്ടി ചിലവാക്കുന്നു എന്ന് തിരിച്ചറിയുക. ആരോഗ്യകരമായിട്ടാണോ സ്ക്രീൻ ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക. സ്ക്രീനും കണ്ണും തമ്മിൽ ആവശ്യത്തിനുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഒപ്പം സ്ക്രീൻ കാണുന്ന സമയത്ത് റൂമിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആവശ്യമായ സമയം മാത്രം സ്ക്രീൻ ഉപയോഗം ലഭ്യമാക്കുന്ന രീതിയാണ് സ്ക്രീൻ ഡയറ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഗെയിമിംഗ് ഇഷ്ടമായിരിക്കും. ഗെയിം കളിച്ചു തുടങ്ങുമ്പോൾ ഓരോ ലെവലും സക്സീഡ് ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് അടുത്തടുത്ത ലെവലിൽ എത്താനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ ടൈമും കൂടും. ഗെയിം കളിച്ച് വളരെയധികം ഹരം ഉണ്ടാകുന്ന സമയത്ത് അവർ കൂടുതൽ ലെവലുകൾ കോൺകർ ചെയ്യുന്ന രീതിയിൽ കൂടുതൽ ഗെയിംസ് കളിക്കാനും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ സമയം ഫോണിലോ ടാബ്ലറ്റിലോ കമ്പ്യൂട്ടറിലോ സ്പെൻഡ് ചെയ്യുന്നതും കാണാം. ഇതിൽ കൺട്രോൾ വരുത്തുന്നതിനെയാണ് സ്ക്രീൻ ഡയറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഫോളോ ചെയ്താൽ മാത്രമേ അച്ചടക്കപരമായ ഒരു സ്ക്രീൻ ഡയറ്റ് പ്രാക്ടീസ് പോസിബിൾ ആയിരിക്കുള്ളൂ. കാരണം ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഫോൺ യൂസ് ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ കുട്ടി കണ്ടു വളരുന്നത് ആ മാതാപിതാക്കൾ കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയും കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. മാതാപിതാക്കൾ സ്ക്രീൻ ഡയറ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യാതെ കുട്ടികളിൽ ഇൻസിസ്റ്റ് ചെയ്യുന്നതും ബുദ്ധിമുട്ടായിരിക്കും. ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ആവശ്യമുള്ള ഫോൺ കോളുകൾ മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആഹാരം കഴിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ആഹാരം കഴിക്കുമ്പോൾ ടിവിയും ഫോണും ഒഴിവാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണിനോടുള്ള കുട്ടിയുടെ അമിതമായ അഡിക്ഷൻ കുട്ടിയുടെ ശാരീരികമായും മാനസികമായ വളർച്ചയും ബാധിക്കുന്നു. കുട്ടികൾക്ക് വീടിന് പുറത്ത് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ, അതായത് ഓടുക, ചാടുക, നീന്തൽ, ഡാൻസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുക. ഒപ്പം ഫോണിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം കുട്ടിയെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരിക. കൂടുതലും പേരൻസ് മുൻകൈ എടുത്ത് ബുക്ക് വാങ്ങി വായിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അങ്ങനെ ഒരു അഭിരുചി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടിക്കും ചെറിയ ചെറിയ ബുക്സ് വാങ്ങിക്കൊടുത്ത് കുട്ടിയെ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഒപ്പം വീട്ടിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ അവരെ ഏൽപ്പിക്കാം. അതായത് രാവിലെയും വൈകിട്ടും ചെടിക്ക് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ എവറി ഓൾട്ടർനേറ്റ് ഡേ ചെടിക്ക് വെള്ളം ഒഴിക്കുക. കുക്കിംഗ് പോലുള്ള പരിപാടികളിൽ പാരന്റ്സിനെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ അവർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ടോയ്സ്, ബുക്സ് അതെല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെക്കുക എന്ന് നിർദ്ദേശിക്കാം. കുട്ടികളെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കാം. അതായത് ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഡേർട്ടി ക്ലോത്ത്സ്, ലോണ്ടറി ക്ലോത്ത്സ് എല്ലാം ഒരുമിച്ച് എടുത്ത് വാഷിംഗ് ഏരിയയിൽ കൊണ്ടുപോകുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡ്യൂട്ടീസ് എല്ലാം ഏൽപ്പിച്ചാൽ കുട്ടിക്കും ഇത് കുറച്ചുകൂടി ഡെവലപ്മെന്റിനും സഹായിക്കും. കാർ കഴുകുമ്പോൾ കൂടെ അവരെയും അസിസ്റ്റ് ചെയ്യിക്കാം. ഒപ്പം വേറെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പേപ്പർ ക്രാഫ്റ്റ്, ക്ലേ മോഡലിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിച്ചിരുന്ന് ചെയ്യാം. കൂടുതൽ സമയം ഫോൺ കാണുന്ന കുട്ടികൾക്ക് വെർച്വൽ ഓട്ടിസം മുതൽ ഉത്കണ്ഠ വരെ കാണുന്നു. ഇത് പഠനത്തെ ബാധിക്കുന്നു. Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.